മാലാഖയാണ് ഞാൻ. ഈ ദിവസത്തിന്റെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇന്നാണ് മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ. സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിക്കുന്ന ദിവസം. അതെ, മംഗളവാർത്ത മുതൽ സ്വർഗാരോപണം വരെ ദൈവഹിതം അനുസരിച്ച് ജീവിച്ച മറിയത്തെ മരണമില്ലാത്ത നിത്യതയിലേക്ക് ഉയർത്തിയ ദിനം. എങ്ങനെയാണ് മറിയം സ്വർഗാരോപണയായത് എന്ന് അറിയേണ്ട എല്ലാവർക്കും ഈശോടുത്താന ശേഷം 14 വർഷങ്ങളോളം രക്ഷകനായ ഈശോയെക്കുറിച്ച് പഠിക്കാനും ഇതരെ ആശ്വസിക്കാനും രോഗികളെ ശുശ്രൂഷിക്കാനും പരിശുദ്ധ മറിയം സമയം കണ്ടെത്തി. ഈ ലോകം വിട്ട് പോവുകയാണത് എന്ന് മനസ്സിലാക്കിയ പരിശുദ്ധ അമ്മ തന്റെ അടുത്തുള്ള ശിഷ്യന്മാരോട് താൻ നിത്യമായ നിദ്രയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. സ്ത്രീയന്മാർ പരിശുദ്ധ അമ്മയുടെ ശരീരം സീനായി മലയിലെ ഒരു കല്ലറയിൽ അടക്കി. ആ സമയത്ത് വിശുദ്ധ തോമസ് ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ ശരീരം അവസാനമായി കാണണമെന്നും പരിശുദ്ധ അമ്മയുടെ കൈ ചുംബിച്ച് അനുഗ്രഹം വാങ്ങിക്കണമെന്നും ആഗ്രഹിച്ചു. അതനുസരിച്ച് പത്രോസ് ലീഹ കബറിടം തുറക്കാൻ ആവശ്യപ്പെടുകയും കബറിടം തുറന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ശരീരത്തിന് പകരം നിറയെ പൂക്കളാണ് കണ്ടത്. അങ്ങനെ പരിശുദ്ധ അമ്മ ആത്മശരീരത്തോടെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. 1950 നവംബർ 1-നാണ് 12-ാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം വിശ്വാസ സത്യമെന്ന് അറിയിച്ചത്. ഈ പുണ്യദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ കൂടെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ നമുക്കും പ്രാർത്ഥിക്കാം.